Hello friends, welcome to my channel Taste Trips Tips. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ കുറച്ച് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് മാലിദ എന്നാണ് അറിയപ്പെടുന്നത്. മാലിദ ഒരു ട്രഡീഷണൽ അഫ്ഗാനിസ്ഥാൻ ഡിഷാണ്. ഇത് മുസ്ലിംസിൻ്റെ ഇടയിലാണ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. അവരുടെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേയ്സിൽ, റംസാൻ, മുഹറം പോലുള്ള തുടങ്ങിയ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേയ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ട് ഐറ്റവും സ്നാക്ക് ഐറ്റവുമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി, ഗോതമ്പ് വെച്ചുണ്ടാക്കുന്ന നല്ല ചപ്പാത്തി, അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുതന്നെ ഉണ്ടാക്കുന്ന പൊറോട്ട, ലെയർ പൊറോട്ട എടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയിട്ട് കൊടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. മിക്സിയുടെ വലിയ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്ന് തീരെ പൊടിയായി പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ചപ്പാത്തി ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് പൊടി പോലെ ആയി പോകരുത്, അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കറുത്ത ഉണക്കമുന്തിരിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിസ്മിസ് ആണുള്ളതെങ്കിൽ വെളുത്ത ഉണക്കമുന്തിരിയോ അങ്ങനെ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊന്ന് വറുത്ത് കോരിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ബദാം കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തൊരു 7 ബദാം ഉണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ബദാം വരും. ഇതൊന്ന് ഇട്ട് മൂപ്പിക്കുക. ഇത് ആദ്യം ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള കാഷ്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കശുവണ്ടി ഇട്ട് കൊടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു സാധാരണ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് നമുക്ക് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് തേങ്ങ. ഈ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, കുറച്ചുകൂടെ അളവ് കൂടിപ്പോയുണ്ടോ കുറഞ്ഞു പോയുണ്ടോ ഒന്നും പറ്റില്ല. കുറച്ച് തേങ്ങ ഇടുക. അതിലേക്ക് ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ഞാൻ 1/2 ടീസ്പൂൺ യൂസ് ചെയ്യുന്നു. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് നേരം തീയിലിട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചപ്പാത്തി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ തീയിൽ വിട്ട് വഴറ്റിയാൽ മാത്രം മതി. ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ച കിസ്മിസും കൂടെ ചേർത്ത് ഇളക്കി ഒരു ടോട്ടൽ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വറുത്താൽ മാത്രം മതി. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം അവസാനം പഞ്ചസാര ഇടുക. ഇത് സാധാരണ പഞ്ചസാരയാണ്, ഗ്രാന്യൂൾസ് രൂപത്തിലുള്ള പഞ്ചസാര പൊടിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നോർമൽ പഞ്ചസാര ചേർത്ത് ഇളക്കുക. തീ ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് വിളമ്പാവുന്നതാണ്. ഇത് 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും അളവനുസരിച്ച് ചപ്പാത്തിയുടെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇത് നല്ലൊരു സ്നാക്ക് ഐറ്റവും ഡെസേർട്ട് ഐറ്റവുമാണ്. ഇപ്പോൾ നോമ്പുതറക്കാലത്തൊക്കെ വളരെ നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണ്. ഇത് സാധാരണ ഈ മുഹറം സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.